നമസ്കാരം. 2024 എല്ലാവർക്കും സ്വാഗതം. അത്തം നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് 2024 ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഉളവാക്കുന്നത് എങ്കിലും 2023 ഗുണം ഉണ്ടായിട്ടില്ല, ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവർക്കും ഉള്ള പരാതി അതാണ്. ഈ പറയുന്ന ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല. എല്ലാവരും പറയുന്ന ഗുണങ്ങളൊക്കെ കേട്ടാൽ കൊതിയാവും, പക്ഷേ ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല എന്ന ആളുകൾ പറയുന്നത്. എന്തായാലും അത്തം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞു പോയ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അനുഭവിക്കുന്നവർക്കും അറിയാം, കേട്ടവർക്കും അറിയാം. എന്തായാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ വരുന്ന വർഷം 2024 എന്ന് പറയുന്ന പുതിയ വർഷം നമുക്ക് എല്ലാ തരത്തിലും ഒരു ഗുണാധിക്യങ്ങൾ ഉണ്ടാകുന്നൊരു വർഷമായിരിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അത്തം നക്ഷത്രത്തിൻ്റെ 2024 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ തന്നെയാണ് തരുന്നത്. എപ്പോഴും ദോഷങ്ങളാണ് എല്ലാവർക്കും അനുഭവയോഗ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പറയാനും നമുക്ക് ടെൻഷനാണ്. ഒരു കാര്യം ചെയ്യാം, ദോഷങ്ങളുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പലരോടും ചെറിയ തോതിലാണെങ്കിലും ക്ഷേത്രങ്ങളോ പരിഹാരങ്ങളോ നിർദ്ദേശിക്കുമ്പോൾ അവർ പറയുന്നത് അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന്. പക്ഷേ നമ്മുടെ കർമ്മദോഷങ്ങൾ ഒരു ഭാഗത്തും ചെറിയ ചെറിയ ദോഷങ്ങൾ ജാതകവശാലും ഗോചരവശാലും ഉണ്ടാകുമ്പോൾ കുടുംബ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് പൊതുവെ അശാന്തി മാറി സമാധാനവും ഐശ്വര്യവും കളിയാടാനായിട്ട് ഈശ്വരാനുഗ്രഹം തേടുക എന്നുള്ളത് മാത്രമേ നമുക്ക്, അതിന് മനസ്സും ശരീരവും നമ്മൾ ഒരുപോലെ എന്ത് ചെയ്യുക, തയ്യാറാക്കി വയ്ക്കുക. മനസ്സും ശരീരവും തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്നതെല്ലാം കുറേയേറെ നന്മകളായിരിക്കും. ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ജാതകം പരിശോധിച്ച് പ്രശ്നം വെച്ച് നോക്കി ദോഷങ്ങളാണെന്ന് നമുക്കറിയാം, വീണ്ടും കുറേ ദോഷങ്ങളാ ജാതകം പ്രശ്നം വെച്ച് നോക്കിയ ജ്യോത്സ്യർ പറഞ്ഞു, അല്ലെങ്കിൽ ദൈവജ്ഞൻ പറഞ്ഞു, ജാതകത്തിനും കുറച്ച് സമയദോഷമുണ്ട്, നമ്മളിത് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരു താൽക്കാലികമായിട്ടൊരു ക്ഷേത്രത്തിൽ പോയൊരു വഴിപാട് ചെയ്യൂ, ഗണപതിക്ക് ഒരു നാരങ്ങമാല സമർപ്പിക്കൂ, അല്ലെങ്കിൽ ഗണപതിക്ക് ഒരു തേങ്ങ ഉടയ്ക്കൂ, അല്ലെങ്കിൽ ഇന്ന വഴിപാടുകളൊന്ന് ചെയ്യൂ, ഒരു മഹാഗണപതി ഹോമം ചെയ്യൂ, അല്ലെങ്കിൽ 108 ദ്രവ്യം കൊണ്ട് എന്തെങ്കിലും ഒരു അമ്പലത്തിൽ കൊടുത്തിട്ടൊരു ഒരു ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യൂ, അല്ലെങ്കിൽ ഒരു അസുഖത്തിൻ്റെതായ അപ്പോൾ ഒരു മൃത്യുഞ്ജയ ഹോമം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മടങ്ങുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം പേരും. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇതിലൊക്കെ വിശ്വാസവും അതിൻ്റെ അനുഭവങ്ങളും അവർക്ക് വരുന്നുണ്ട്. എന്തായാലും അത്തം നക്ഷത്രക്കാരുടെ 2024 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2024 ഇവർക്ക് ദോഷാധിക്യത്തിന് പരിഹാരമായിട്ട് ആദ്യം തന്നെ പറയാം, ഗണപതിക്ക് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഉണ്ണിയപ്പം നേദിക്കാം, വടമാല നേദിക്കാം, അതുപോലെ തന്നെ വെറ്റിലമാല, പിന്നെ എന്തൊക്കെയാണോ ഗണപതി ഹോമം എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് പക്കപ്പിറന്നാളിൽ അത് ചെയ്യാം. ഗുരുവായൂരപ്പന് പാൽപ്പായസം നേദിക്കുക. മാസത്തിലൊരിക്കലെങ്കിലും ഗുരുവായൂരപ്പ ക്ഷേത്ര ദർശനം നടത്തുക. പിതൃക്കളുടെ ദോഷങ്ങളുണ്ട് എങ്കിൽ കണ്ടാൽ പിതൃദോഷത്തിനായിട്ട് ബലിയർപ്പിക്കുക. ഇനി വിദേശത്തൊക്കെ ഉള്ളവർക്ക് ബലിയിടാൻ പറ്റുന്നില്ല, ബലിയർപ്പിക്കാൻ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന റൂമിനടുത്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ പറ്റുന്ന പോലെയെങ്കിലും ബലിയിടാനായിട്ട് ശ്രമിക്കുക. ബലിയിടാനായിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട് എങ്കിലും ഒഴുകുന്ന ജലത്തിന് നീരുറവയ്ക്ക് അടുത്തായിരിക്കണം, അല്ലെങ്കിൽ പ്രശസ്തമായ പിതൃതർപ്പണം നടത്തുന്നവണായിരിക്കണം. എങ്കിലും സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിലെങ്കിലും നമ്മൾ പിതൃക്കളെ ഓർമ്മിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എന്തായാലും മഹാലക്ഷ്മി പൂജ, മഹാലക്ഷ്മി യന്ത്രം ഇവ ധരിച്ച് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികളൊക്കെ അനുകൂലമാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉദരസംബന്ധമായിട്ട് അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അത് വന്നുപെടാൻ കൂടുതലായിട്ട് പെടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അൾസർ പോലെയുള്ള രോഗത്തിനൊക്കെ ചികിത്സയിലിരിക്കുന്നവർ തീർച്ചയായിട്ടും രോഗപരിഹാരത്തിനായിട്ട് ചികിത്സ നോക്കുന്നത് നന്നായിരിക്കും. വിചാരിച്ചിരുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രാരംഭത്തിൽ തന്നെ ധാരാളം തടസ്സങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരാം. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർണ്ണതയിലെത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വരുമാനം ചെറിയ തോതിൽ വർദ്ധിക്കുമെങ്കിലും അതിൽ നിന്ന് നമുക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ, വരുമാനം ചെറിയ തോതിലേ ഉള്ളുവെങ്കിലും ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് വേറെ പല നേട്ടങ്ങളും, പല സൗഹൃദങ്ങളും, പല ബന്ധങ്ങളും, പല ഉന്നതരായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. വിദേശത്തുള്ളവർക്ക് തൊഴിൽ തടസ്സം വന്നു ചേരാം. വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ക്രൈസിസിലൂടെ കടന്നു പോകേണ്ട ഒരു കാലം തന്നെയാണ് ഈ 2024 ആദ്യ 4-5 മാസക്കാലം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിന് വ്യതയും വ്യാകുലതയും അനുഭവപ്പെടും എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സാമ്പത്തിക കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. സ്വന്തമായിട്ട് ഫാക്ടറികളോ തൊഴിൽശാലകളൊക്കെ നടത്തുന്ന ആളുകൾ അതിൽ
ഏർപ്പെടേണ്ടുന്ന കർമ്മരംഗത്ത് പല മധ്യസ്ഥയ്ക്കും നിങ്ങൾ ഏർപ്പെടേണ്ടതായിട്ട് വരികയും മധ്യസ്ഥ വഹിച്ച തൊഴിൽ ശാലകളിലുള്ള ആ ഒരു തർക്കങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെ സാധിക്കുന്നത് കൊണ്ട് ഏതാണ്ട് വർഷ മധ്യത്തോടു കൂടി നിങ്ങളുടെ തൊഴിൽശാലകളൊക്കെ വളരെ ഉന്മേഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നതാണ്. ധാരാളം സമയം നിങ്ങൾക്ക് കർമ്മരംഗത്ത് ചിലവഴിക്കേണ്ടതായിട്ട് വരാം. പല കാരണങ്ങൾ കൊണ്ടും നിങ്ങളുടെ കർമ്മരംഗത്ത് ധാരാളം സമയം ചിലവഴിക്കുകയും അതുമൂലം കൂടുതൽ ആദായത്തിലേക്ക് നിങ്ങൾക്കത് എത്തിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജോലികൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നേത്രരോഗം പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നേത്രരോഗം മൂലം നിങ്ങൾ ആശുപത്രിവാസമോ കണ്ണിന് സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരാം. നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കാനായിട്ട് മറ്റുള്ളവിടുന്ന് കടമെടുത്ത് കടബാധ്യതകൾ തീർക്കാനായിട്ട് നിങ്ങൾ കഠിന പരിശ്രമം ചെയ്യും. അത് ചെയ്യാതിരിക്കുന്നത് വളരെ ഉചിതമാണ്. വന്ന കടം വീട്ടാനായിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ പണിയെടുത്തോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ കൂടുതലായിട്ട് കടം വാങ്ങി കടബാധ്യത തീർക്കാൻ ശ്രമിക്കാതിരിക്കുന്നത് ഉചിതമായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയക്കാർക്ക് തെരഞ്ഞെടുപ്പുകളിലും മറ്റും നല്ല വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. മനസ്സിൽ പല ദുഷ്ചിന്തകളും പൊട്ടിമുളയ്ക്കുന്നതും അതുമൂലം നിങ്ങൾക്ക് പല കൂട്ടുകെട്ടുകളെയൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നതാണ്. മനസ്സിലുണ്ടാകുന്ന ദുഷ്ചിന്തകൾ നടപ്പിലാക്കാനായിട്ട് ചിലപ്പോൾ ചില ചീത്ത കൂട്ടുകെട്ടുകളെയൊക്കെ നിങ്ങൾക്ക് അന്യരുമായിട്ടൊക്കെ ചേർന്ന് സഹകരിച്ച് ചെയ്യേണ്ടതായിട്ട് വരാം. നിങ്ങളുടെ വാക്ക് തർക്കങ്ങൾക്ക് മധ്യസ്ഥയ്ക്കൊക്കെ നിങ്ങൾ പോകാതിരിക്കുന്നത് നന്നായിരിക്കും. വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക, മധ്യസ്ഥ വഹിക്കാതിരിക്കുക. ഇതൊക്കെ വളരെ ഉചിതമായ കാര്യം തന്നെയാണ്. ദോഷഫലങ്ങൾ കുറയുന്നതിന് അത് നന്നായിരിക്കും. സിനിമാ രംഗത്തുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്കോ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലം തന്നെയാണ് ഈ 2024 എന്ന് പറയുന്നത്. നേരത്തെ ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ പുതിയ ജോലി കണ്ടുപിടിച്ച് അതിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തിട്ട് നിങ്ങളവിടെ തൊഴിലാളിയായി മാറുന്നതിനൊക്കെയുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. അതുകൊണ്ട് ജോലി കിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ജോലിയെങ്കിലും നിങ്ങൾക്ക് വീണ്ടും കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബന്ധുക്കൾ സഹായത്തിനായിട്ട് എത്തുന്നതും ബന്ധുക്കളുടെ സഹായത്തോടു കൂടി കുടുംബത്തിലെ പല പ്രശ്നങ്ങൾക്കും നിങ്ങൾ പരിഹാരം കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കർമ്മരംഗം വർഷാവസാനത്തോടുകൂടി വളരെയേറെ പുഷ്ടിപ്പെടുന്നതും അതുമൂലം നിങ്ങളുടെ സാമ്പത്തിക നില ഉയരുന്നതും കഠിനാധ്വാനത്തിലൂടെ ധാരാളം പരിശ്രമങ്ങൾ ചെയ്യുന്നത് മൂലം വമ്പിച്ച നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് ഈ 2024 എന്ന് പറയുന്ന ഈ ഒരു വർഷം. ദോഷ പരിഹാരത്തിനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, വീട്ടിൽ തന്നെ മഹാലക്ഷ്മി പൂജ ചെയ്യുകയോ മഹാലക്ഷ്മി യന്ത്രം ധരിക്കുകയോ മഹാലക്ഷ്മി യന്ത്രം വീട്ടിൽ തന്നെ ഫ്രെയിം ചെയ്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നതും അതുപോലെ തന്നെ മഹാലക്ഷ്മിയെ നിത്യവും 108 ജപിക്കുന്നതും ഒക്കെ വളരെയേറെ ഗുണങ്ങൾക്ക് നല്ലതാണ്. പൗർണമിയും വെള്ളിയാഴ്ചയും ഒത്തുവരുന്ന ദിവസം മഹാലക്ഷ്മി പൂജ വീട്ടിൽ തന്നെ നടത്തി മഹാലക്ഷ്മിക്ക് നേദ്യമൊക്കെ അർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ധാന്യ സമ്പത്ത് വർദ്ധിക്കുന്നതാണ്. എന്തായാലും 2024 എന്ന് പറയുന്ന ഒരു വർഷം അത്തം നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണഗണങ്ങൾ കൊണ്ട് തരട്ടെ എന്ന് ആശംസിക്കുന്നു.